ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് വീടൊഴിയേണ്ടി വന്നു. അങ്ങനത്തെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അവർ വീണ്ടും മന്ത്രിമാരായിരുന്നു. അപ്പോൾ ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. പിന്നെ 77 നിങ്ങൾ ചാനലുകാരുടെ ബഹളമില്ലാത്തതുകൊണ്ട് അതൊന്നും അത്ര ചർച്ചയായില്ല. അന്ന് പ്രിന്റ് മീഡിയ മാത്രമേ ഉള്ളൂ. പ്രിന്റ് മീഡിയയിൽ ദേശാഭിമാനി ഒഴികെ എല്ലാവരും അന്നത്തെ മുന്നണിക്ക് അനുകൂലമായിരുന്നു. അതുകൊണ്ട് അന്ന് ഇതിനേക്കാൾ വലിയ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. ഇതൊന്നും അത്ര വലിയ അത്ഭുതമൊന്നുമല്ല. എന്നാൽ ഇന്നത്തെ തീരുമാനം വരും. വന്നതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ പുതിയതായി തിരഞ്ഞെടുക്കപ്പെടുന്ന പാർട്ടി നേതാവും KPC പ്രസിഡന്റും മുന്നണി കൺവീനറുമായി ബാക്കി കാര്യങ്ങൾ തീരുമാനമെടുക്കും. അല്ല, ഇങ്ങനെ നീണ്ടുപോയൊരു അസ്വസ്ഥതയുണ്ട്, ഇല്ല എന്നും പറയുന്നു. അല്ല, മൊത്തത്തിൽ അസ്വസ്ഥതയുണ്ട്. അതിന്ന് പക്ഷേ ഒരു ഭരണം തുടങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അത് പറയാൻ ഞാൻ ആളല്ല. കാരണം ജ്യോത്സ്യന്മാർക്ക് വരെ ഇപ്പം നല്ല കാലമല്ല. അതുകൊണ്ട് ബാക്കി നോക്കാം നമുക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.